നമസ്കാരം, എല്ലാവർക്കും ബാസിസ് അക്കാഡമിയിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്നിവിടെ പഠിക്കാൻ പോകുന്നത് കേരളീയ കലകളുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഫേമസ് പ്ലേസസ്, ഇൻസ്റ്റിറ്റ്യൂഷൻ, പേഴ്സണാലിറ്റീസ്, ആർട്ടിസ്റ്റ് ആൻഡ് റൈറ്റേഴ്സ് റിലേറ്റഡ് ടു ഒറിജിൻ, ഡെവലപ്മെൻറ്റ്, എക്സ്റ്റൻഷൻ ആൻഡ് പ്രാക്ടീസസ് ഓഫ് ദീസ് ആർട്ട് പെർഫോമൻസ് എന്ന മേഖലയിലെ ഫേമസ് പ്ലേസസിനെ കുറിച്ചാണ്. പ്രശസ്തമായ സ്ഥാപനങ്ങൾ, കേരളത്തിലെ കലകളുമായി ബന്ധപ്പെട്ട പ്രശസ്തമായ സ്ഥാപനങ്ങളെക്കുറിച്ചാണ് നമ്മൾ ഇന്നിവിടെ പഠിക്കാൻ പോകുന്നത്. ആദ്യമായിട്ട് കേരള സംഗീത നാടക അക്കാദമിയാണ്. കേരള സംഗീത നാടക അക്കാദമി 1958 ഏപ്രിൽ 26 കേരള സംഗീത നാടക അക്കാദമി സ്ഥാപിതമായത്. അപ്പോൾ കേരള സംഗീത നാടക അക്കാദമി സ്ഥാപിതമായത് 1958 ഏപ്രിൽ മാസം 26. കേരളീയ നൃത്തരൂപങ്ങൾ, നാടകം, സംഗീതം, മാജിക്ക്, ക്ഷേത്രാനുഷ്ഠാന കലകൾ എന്നിവയുടെ ഉന്നതിക്കായി പ്രവർത്തിക്കുന്ന സ്ഥാപനമാണ് കേരള സംഗീത നാടക അക്കാദമി. അപ്പോൾ കേരളീയ നൃത്തരൂപങ്ങൾ, അതുപോലെ തന്നെ സംഗീതം, നാടകം, ക്ഷേത്രാനുഷ്ഠാന കലകൾ, അതുപോലെ മാജിക്ക് എന്നിവയുടെ ഉന്നതിക്കായിട്ട് പ്രവർത്തിക്കുന്ന സ്ഥാപനമാണ് കേരള സംഗീത നാടക അക്കാദമി. കേരള സംഗീത നാടക അക്കാദമി സ്ഥിതി ചെയ്യുന്നത് തൃശ്ശൂർ ജില്ലയിലെ ചെമ്പുകാവിലാണ്. അപ്പോൾ ഇതിൻ്റെ ആസ്ഥാനം സ്ഥിതി ചെയ്യുന്നത് തൃശ്ശൂർ ജില്ലയിലെ ചെമ്പുകാവിലാണ്. ജവഹർലാൽ നെഹ്റുവാണ് കേരള സംഗീത നാടക അക്കാദമി ഉദ്ഘാടനം ചെയ്തത്. അപ്പോൾ ഇതിൻ്റെ ഉദ്ഘാടനം നിർവഹിച്ചത് ജവഹർലാൽ നെഹ്റു ആയിരുന്നു. ഇതിൻ്റെ ആദ്യ ചെയർമാനായിരുന്നു മങ്കുത്തമ്പുരാൻ. അപ്പോൾ കേരള സംഗീത നാടക അക്കാദമിയുടെ ആദ്യ ചെയർമാൻ മങ്കുത്തമ്പുരാനായിരുന്നു. കേരള സംഗീത നാടക അക്കാദമിയുടെ ആദ്യ സെക്രട്ടറി ആയിരുന്നു PK നമ്പ്യാർ. അപ്പോൾ കേരള സംഗീത നാടക അക്കാദമിയുടെ ആദ്യ ചെയർമാൻ മങ്കുത്തമ്പുരാനും ആദ്യ സെക്രട്ടറി PK നമ്പ്യാരുമായിരുന്നു. കേരള സംഗീത നാടക അക്കാദമിയുടെ പ്രധാന പ്രസിദ്ധീകരണമാണ് കേളി. അപ്പോൾ കേരള സംഗീത നാടക അക്കാദമിയുടെ പ്രസിദ്ധീകരണത്തിൻ്റെ പേരാണ് കേളി. കേരള സംഗീത നാടക അക്കാദമിയുടെ നിലവിലെ അധ്യക്ഷനാണ് മട്ടന്നൂർ ശങ്കരൻകുട്ടി. അപ്പോൾ മട്ടന്നൂർ ശങ്കരൻകുട്ടിയാണ് നിലവിലെ അധ്യക്ഷൻ. അപ്പോൾ നമ്മൾ പഠിച്ചത് കേരള സംഗീത നാടക അക്കാദമിയെക്കുറിച്ചാണ്. അപ്പോൾ 1958 ഏപ്രിൽ 26 ഈ സ്ഥാപനം സ്ഥാപിതമായത്. ഹെഡ്ക്വാർട്ടേഴ്സ് തൃശ്ശൂർ ജില്ലയിലെ ചെമ്പുകാവാണ്. ഉദ്ഘാടന കർമ്മം നിർവഹിച്ചത് ജവഹർലാൽ നെഹ്റുവാണ്. ഫസ്റ്റ് ചെയർമാൻ മങ്കുത്തമ്പുരാനായിരുന്നു. ആദ്യത്തെ സെക്രട്ടറി PK നമ്പ്യാരായിരുന്നു. നിലവിലെ അധ്യക്ഷൻ മട്ടന്നൂർ ശങ്കരൻകുട്ടിയാണ്. കേരള സംഗീത നാടക അക്കാദമിയുടെ പ്രസിദ്ധീകരണത്തിൻ്റെ പേരാണ് കേളി. അടുത്തത് കേരള സാഹിത്യ അക്കാദമിയാണ്. കേരള സാഹിത്യ അക്കാദമി. കേരള സാഹിത്യ അക്കാദമി 1956 ഓഗസ്റ്റ് 15 തിരുക്കൊച്ചി ഗവൺമെൻറ് കേരള സാഹിത്യ അക്കാദമി രൂപീകരിച്ചു. അപ്പോൾ 1956 ഓഗസ്റ്റ് 15 തിരുക്കൊച്ചി ഗവൺമെൻറ്റാണ് കേരള സാഹിത്യ അക്കാദമി രൂപീകരിച്ചത്. 1956 ഒക്ടോബർ 15 ശ്രീ ചിത്തിര തിരുനാൾ ബാലരാമവർമ്മയാണ് കേരള സാഹിത്യ അക്കാദമിയുടെ ഉദ്ഘാടനം നിർവഹിച്ചത്. അപ്പോൾ കേരള സാഹിത്യ അക്കാദമിയുടെ ഉദ്ഘാടനം നിർവഹിച്ചത് 1956 ഒക്ടോബർ 15. ആ സമയത്തെ തിരുവിതാംകൂർ രാജാവായിരുന്ന ശ്രീ ചിത്തിര തിരുനാൾ ബാലരാമവർമ്മയായിരുന്നു. കേരള സാഹിത്യ അക്കാദമിയുടെ ആസ്ഥാനം 1957 തൃശ്ശൂരിലേക്ക് മാറ്റി. അപ്പോൾ കേരള സാഹിത്യ അക്കാദമിയുടെ ആസ്ഥാനം തൃശ്ശൂരിലേക്ക് മാറ്റിയത് 1957. മലയാള ഭാഷയുടെയും സാഹിത്യത്തിൻ്റെയും പരിപോഷണം ലക്ഷ്യമിട്ട് ആരംഭിച്ച പ്രസ്ഥാനമാണ് കേരള സാഹിത്യ അക്കാദമി. അപ്പോൾ മലയാള ഭാഷയുടെയും അതുപോലെ സാഹിത്യത്തിൻ്റെയും പരിപോഷണം ലക്ഷ്യമിട്ട് ആരംഭിച്ച പ്രസ്ഥാനമാണ് കേരള സാഹിത്യ അക്കാദമി. ഇതിൻ്റെ ആദ്യ അധ്യക്ഷനായിരുന്നു സർദാർ KM പണിക്കർ. അപ്പോൾ കേരള സാഹിത്യ അക്കാദമിയുടെ ആദ്യ പ്രസിഡന്റ് സർദാർ KM പണിക്കർ ആയിരുന്നു. കേരള സാഹിത്യ അക്കാദമിയുടെ പ്രസിദ്ധീകരണങ്ങളാണ് സാഹിത്യ ചക്രവാളം, സാഹിത്യ ലോകം,
മലയാളം സാഹിത്യ സർവേ എന്നിവ. അപ്പോൾ കേരള സാഹിത്യ അക്കാദമിയുടെ പ്രസിദ്ധീകരണങ്ങളാണ് സാഹിത്യ ചക്രവാളം, സാഹിത്യ ലോകം, മലയാളം സാഹിത്യ സർവേ എന്നിവ. ഇപ്പോഴത്തെ പ്രസിഡന്റ്, കേരള സാഹിത്യ അക്കാദമിയുടെ ഇപ്പോഴത്തെ പ്രസിഡന്റ് കെ സച്ചിദാനന്ദനാണ്. അപ്പോൾ നമ്മൾ പറഞ്ഞത് 1956 ഒക്ടോബർ 15 തിരുവനന്തപുരത്താണ് കേരള സാഹിത്യ അക്കാദമി സ്ഥാപിതമായത്. 1957 ആസ്ഥാനം തൃശ്ശൂരിലേക്ക് മാറ്റി. ഉദ്ഘാടന കർമ്മം നിർവഹിച്ചത് ശ്രീ ചിത്തിര തിരുനാൾ ബാലരാമവർമ്മയായിരുന്നു. ആദ്യ അധ്യക്ഷൻ സർദാർ KM പണിക്കരായിരുന്നു. പ്രധാനപ്പെട്ട പ്രസിദ്ധീകരണങ്ങളാണ് സാഹിത്യ ചക്രവാളം, സാഹിത്യ ലോകം, മലയാളം സാഹിത്യ സർവേ എന്നിവ. ഇപ്പോഴത്തെ പ്രസിഡന്റ് കെ സച്ചിദാനന്ദനാണ്. അടുത്തത് ലളിതകലാ അക്കാദമിയാണ്. ലളിതകലാ അക്കാദമി ഇന്ത്യക്കകത്തും പുറത്തും കലകളുടെ പ്രചാരണത്തിനായി രൂപം കൊണ്ട സ്ഥാപനമാണ് ലളിതകലാ അക്കാദമി. അപ്പോൾ ഇന്ത്യക്കകത്തും പുറത്തും കലകളുടെ പ്രചാരണത്തിനായിട്ട് രൂപം കൊണ്ട സ്ഥാപനമാണ് ലളിതകലാ അക്കാദമി. ചിത്രശില്പങ്ങളുടെ വികസനം, സംരക്ഷണം, ഉദ്ധാരണം എന്നിവ ലക്ഷ്യമാക്കി കേരള സർക്കാർ ആരംഭിച്ച സ്ഥാപനമാണ് കേരള ലളിതകലാ അക്കാദമി. അതായത് കാർട്ടൂണ്, ചിത്രകല, ശില്പകല, ഫോട്ടോഗ്രാഫി, ഗ്രാഫിക്സ് എന്നീ കലകളുടെ വികസനത്തിനായിട്ടാണ് ഈ കേരള ലളിതകലാ അക്കാദമി എന്ന സ്ഥാപനം പ്രവർത്തിക്കുന്നത്. 1962 കേരള ലളിതകലാ അക്കാദമി നിലവിൽ വന്നത്. അപ്പോൾ ഇത് സ്ഥാപിതമായത് 1962. തൃശ്ശൂർ ജില്ലയിലെ ചെമ്പുകാവിലാണ് കേരള ലളിതകലാ അക്കാദമിയുടെ ആസ്ഥാനം. അപ്പോൾ തൃശ്ശൂർ ജില്ലയിലെ ചെമ്പുകാവിലാണ് കേരള ലളിതകലാ അക്കാദമിയുടെ ആസ്ഥാനം. കേരള ലളിതകലാ അക്കാദമിയുടെ ആദ്യ ചെയർമാനായിരുന്നു M. രാമവർമ്മ രാജ. അപ്പോൾ M. രാമവർമ്മ രാജയാണ് ഈ പ്രസ്ഥാനത്തിൻ്റെ ആദ്യ ചെയർമാൻ. കേരള ലളിതകലാ അക്കാദമിയുടെ പ്രസിദ്ധീകരണത്തിൻ്റെ പേരാണ് ചിത്രവാർത്ത. ഓർക്കുക, ചിത്രവാർത്ത എന്നതാണ് കേരള ലളിതകലാ അക്കാദമിയുടെ പ്രസിദ്ധീകരണത്തിൻ്റെ പേര്. ആർട്ട് ഗ്യാലറികളില്ലാത്ത ഇടങ്ങളിൽ ചിത്രകലാ പ്രദർശനങ്ങൾ സംഘടിപ്പിക്കുന്നതിനും അതുപോലെ ചിത്രകലയെ കൂടുതൽ ജനകീയമാക്കുന്നതിനും വേണ്ടി കേരള ലളിതകലാ അക്കാദമി ആരംഭിച്ച സംരംഭമാണ് സഞ്ചരിക്കുന്ന ചിത്രശാല. അപ്പം സഞ്ചരിക്കുന്ന ചിത്രശാല അത് ആരംഭിച്ചത് ആർട്ട് ഗ്യാലറികളില്ലാത്ത ഇടങ്ങളിൽ ചിത്രകലാ പ്രദർശനങ്ങൾ സംഘടിപ്പിക്കുന്നതിനും ചിത്രകലയെ കൂടുതൽ ജനകീയമാക്കുന്നതിനും വേണ്ടി കേരള ലളിതകലാ അക്കാദമി ആരംഭിച്ചൊരു സംരംഭമാണ് സഞ്ചരിക്കുന്ന ചിത്രശാല. കലാരംഗത്തെ മികച്ച സംഭാവനകൾക്ക് കേരള ലളിതകലാ അക്കാദമി ഏർപ്പെടുത്തിയ അവാർഡാണ് രാജാ രവിവർമ്മ പുരസ്കാരം. അപ്പോൾ രാജാ രവിവർമ്മ പുരസ്കാരം ഏർപ്പെടുത്തിയത് കേരള ലളിതകലാ അക്കാദമിയാണ്. ഇത് കലാരംഗത്തെ മികച്ച സംഭാവനകൾക്കാണ് ഈ അവാർഡ് ഏർപ്പെടുത്തിയിരിക്കുന്നത്. പ്രഥമ രാജാ രവിവർമ്മ പുരസ്കാര ജേതാവ് KG സുബ്രഹ്മണ്യമാണ്. പ്രഥമ രാജാ രവിവർമ്മ പുരസ്കാര ജേതാവ് KG സുബ്രഹ്മണ്യമാണ്. കേരള ലളിതകലാ അക്കാദമിയുടെ ഇപ്പോഴത്തെ ചെയർമാനാണ് മുരളി ചീരോത്ത്. അപ്പം മുരളി ചീരോത്താണ് ഇപ്പോഴത്തെ ചെയർമാൻ. അടുത്തത് കേരള ഫോക്ലോർ അക്കാദമിയാണ്. കേരള ഫോക്ലോർ അക്കാദമി കേരളത്തിലെ നാടൻ കലകളുടെ പുനരുദ്ധാരണത്തിനും സംരക്ഷണത്തിനും വേണ്ടി ആരംഭിച്ച സംഘടനയാണ് കേരള ഫോക്ലോർ അക്കാദമി. അപ്പോൾ കേരളത്തിലെ നാടൻ കലകളുടെ പുനരുദ്ധാരണത്തിനും അവയുടെ സംരക്ഷണത്തിനും വേണ്ടി ആരംഭിച്ച സംഘടനയാണ് കേരള ഫോക്ലോർ അക്കാദമി. അതായത് കാലഹരണപ്പെടുന്ന നാടൻ കലകളുടെ സംരക്ഷണത്തിനായിട്ടാണ് ഈ സംഘടന സ്ഥാപിതമായത്. 1995 ജൂൺ 28 കേരള ഫോക്ലോർ അക്കാദമി സ്ഥാപിതമായത്. അപ്പോൾ ഈ സ്ഥാപനം സ്ഥാപിതമായ വർഷം ഏതാണെന്ന് ചോദിച്ചാൽ 1995 ജൂൺ 28. കണ്ണൂർ ജില്ലയിലെ ചിറയ്ക്കലാണ് ഇതിൻ്റെ ആസ്ഥാനം. കണ്ണൂർ ജില്ലയിലെ ചിറയ്ക്കലാണ് കേരള ഫോക്ലോർ അക്കാദമിയുടെ ആസ്ഥാനം സ്ഥിതി ചെയ്യുന്നത്. PK കാളൻ പുരസ്കാരം നൽകുന്നത് കേരള ഫോക്ലോർ അക്കാദമിയാണ്. അപ്പോൾ PK കാളൻ പുരസ്കാരം നൽകുന്നത്
കേരള ഫോക്ലോർ അക്കാദമിയാണ്. കേരള ഫോക്ലോർ അക്കാദമിയുടെ പ്രസിദ്ധീകരണമാണ് പൊലി അല്ലെങ്കിൽ മുഖപത്രം. കേരള ഫോക്ലോർ അക്കാദമിയുടെ മുഖപത്രം അല്ലെങ്കിൽ പ്രസിദ്ധീകരണത്തിൻ്റെ പേരാണ് പൊലി. ഫസ്റ്റ് ചെയർമാൻ ജി ഭാർഗവൻ പിള്ളയായിരുന്നു. അപ്പോൾ ഇതിൻ്റെ ഫസ്റ്റ് ചെയർമാൻ ജി ഭാർഗവൻ പിള്ളയായിരുന്നു. ഇപ്പോഴത്തെ ചെയർമാൻ ഒ എസ് ഉണ്ണികൃഷ്ണനാണ്. ഒ എസ് ഉണ്ണികൃഷ്ണൻ. അടുത്തത് നമ്മൾ നോക്കുന്നത് കേരള കലാമണ്ഡലമാണ്. കേരള കലാമണ്ഡലം വള്ളത്തോൾ നാരായണ മേനോനും മണക്കുളം മുകുന്ദരാജയും ചേർന്നാണ് 1930 കേരള കലാമണ്ഡലം സ്ഥാപിച്ചത്. അപ്പോൾ 1930 മഹാകവി വള്ളത്തോൾ നാരായണ മേനോനും മണക്കുളം മുകുന്ദരാജയും ചേർന്നാണ് കേരള കലാമണ്ഡലം എന്ന സ്ഥാപനം സ്ഥാപിച്ചത്. പാരമ്പര്യ കലാരൂപങ്ങളുടെ വികാസത്തിനായി ദേശീയ സമരകാലത്ത് കേരളത്തിൽ ആരംഭിച്ച പ്രസ്ഥാനമാണ് കേരള കലാമണ്ഡലം. പാരമ്പര്യ കലാരൂപങ്ങളുടെ വികാസത്തിനായി ദേശീയ സമരകാലത്ത് കേരളത്തിൽ ആരംഭിച്ച പ്രസ്ഥാനമാണ് കേരള കലാമണ്ഡലം. തൃശ്ശൂർ ജില്ലയിലെ ചെറുതുരുത്തിയിലുള്ള വള്ളത്തോൾ നഗറിലാണ് കേരള കലാമണ്ഡലം സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ തൃശ്ശൂർ ജില്ലയിലെ ചെറുതുരുത്തിയിലുള്ള വള്ളത്തോൾ നഗറിലാണ് കേരള കലാമണ്ഡലം സ്ഥിതി ചെയ്യുന്നത്. കഥകളി പരിപോഷിപ്പിക്കുന്നതിന് വേണ്ടി വള്ളത്തോൾ കുന്നംകുളത്ത് സ്ഥാപിച്ച കഥകളി വിദ്യാലയമാണ് പിൽക്കാലത്ത് കേരള കലാമണ്ഡലമായത്. അപ്പോൾ കഥകളി പരിപോഷിപ്പിക്കുന്നതിന് വേണ്ടി വള്ളത്തോൾ കുന്നംകുളത്ത് സ്ഥാപിച്ച കഥകളി വിദ്യാലയമാണ് പിൽക്കാലത്ത് കേരള കലാമണ്ഡലമായത്. കോഴിക്കോടാണ് കലാമണ്ഡലം ആദ്യമായിട്ട് രജിസ്റ്റർ ചെയ്തത്. അപ്പോൾ കേരള കലാമണ്ഡലം ആദ്യം രജിസ്റ്റർ ചെയ്തത് കോഴിക്കോടാണ്. കലാമണ്ഡലത്തെ കേരള സർക്കാർ ഏറ്റെടുത്തത് 1957 അപ്പോൾ 1957 സർക്കാർ കേരള കലാമണ്ഡലത്തെ ഏറ്റെടുത്തത്. 2007 കൽപ്പിത സർവകലാശാല എന്ന പദവി കലാമണ്ഡലത്തിന് ലഭിച്ചത്. അപ്പോൾ കേരള കലാമണ്ഡലത്തിന് കൽപ്പിത സർവകലാശാല എന്ന പദവി ലഭിക്കുന്നത് 2007. കേരള കലാമണ്ഡലം സന്ദർശിച്ച ആദ്യ ഇന്ത്യൻ പ്രധാനമന്ത്രിയായിരുന്നു ജവഹർലാൽ നെഹ്റു. അപ്പോൾ കേരള കലാമണ്ഡലം സന്ദർശിച്ച ആദ്യ ഇന്ത്യൻ പ്രധാനമന്ത്രിയായിരുന്നു ജവഹർലാൽ നെഹ്റു. ഇതിൻ്റെ ഫസ്റ്റ് വൈസ് ചാൻസലർ KG പൗലോസ് ആയിരുന്നു. അപ്പോൾ ഫസ്റ്റ് വൈസ് ചാൻസലർ ഡോക്ടർ KG പൗലോസ് ആയിരുന്നു. ഇപ്പോഴത്തെ ചാൻസലർ ഡോക്ടർ മല്ലിക സാരാഭായി ആണ്. ഇപ്പോഴത്തെ ചാൻസലർ ഡോക്ടർ മല്ലിക സാരാഭായി. ഇപ്പോഴത്തെ വൈസ് ചാൻസലർ പ്രൊഫസർ B അനന്തകൃഷ്ണനാണ്. ഇപ്പോഴത്തെ വൈസ് ചാൻസലർ കേരള കലാമണ്ഡലത്തിൻ്റെ ഇപ്പോഴത്തെ വൈസ് ചാൻസലറാണ് പ്രൊഫസർ B അനന്തകൃഷ്ണൻ. അടുത്ത കലാരൂപമാണ് മാർഗി. അപ്പോൾ മാർഗി എന്താണെന്ന് നമുക്കൊന്ന് നോക്കാം. കഥകളി, കൂടിയാട്ടം, നങ്ങ്യാർകൂത്ത് തുടങ്ങിയവ പഠിക്കാനും അവ പ്രോത്സാഹിപ്പിക്കുന്നതിനുമായുള്ള സാംസ്കാരിക കേന്ദ്രമായിട്ടും അതുപോലെ ഉപരിപഠനത്തിന് സൗകര്യമുള്ള സ്ഥാപനമായും 1970 സാംസ്കാരിക പ്രവർത്തകനായ D അപ്പുക്കുട്ടൻ നായർ സ്ഥാപിച്ച പ്രസ്ഥാനമാണ് മാർഗി എന്ന് പറയുന്നത്. അപ്പോൾ മാർഗി സ്ഥാപിതമായത് 1970. ഇത് സ്ഥാപിച്ചത് സ്ഥാപകൻ D അപ്പുക്കുട്ടൻ നായരാണ്. ഇതെന്തിനു വേണ്ടിയായിരുന്നു? കഥകളി, കൂടിയാട്ടം, നങ്ങ്യാർകൂത്ത് എന്നീ കലകളെക്കുറിച്ച് പഠിക്കുന്നതിനും അവ പ്രോത്സാഹിപ്പിക്കുന്നതിനുമുള്ള സാംസ്കാരിക കേന്ദ്രമായിട്ടും അതുപോലെ ഉപരിപഠനത്തിന് സൗകര്യമുള്ള സ്ഥാപനമായിട്ടും നിലവിൽ വന്ന ഒരു സ്ഥാപനമാണ് മാർഗി എന്ന് പറയുന്നത്. മാർഗി സ്ഥാപിതമായത് 1970. ഇതിൻ്റെ സ്ഥാപകൻ D അപ്പുക്കുട്ടൻ നായരായിരുന്നു. അതുപോലെ ചെണ്ട, മദ്ദളം, ഇടക്ക, മിഴാവ്. ചെണ്ട, മദ്ദളം, ഇടക്ക, മിഴാവ് എന്നീ വാദ്യങ്ങൾക്കുള്ള പരിശീലനവും മാർഗി എന്ന സ്ഥാപനം നൽകി വരുന്നു. കേരള കലാമണ്ഡലം മാർഗിയെ കൂടിയാട്ടം ഗവേഷക വിദ്യാർത്ഥികൾക്കുള്ള വിഭവ കേന്ദ്രമായിട്ട് അംഗീകരിച്ചിട്ടുണ്ട്. അപ്പോൾ കേരള കലാമണ്ഡലം മാർഗിയെ കൂടിയാട്ടം ഗവേഷണ വിദ്യാർത്ഥികൾക്കുള്ള വിഭവ കേന്ദ്രമായിട്ട് അംഗീകരിച്ചിട്ടുണ്ട്. വിദേശ വിദ്യാർത്ഥികൾക്ക്
പരിശീലനം നൽകുന്ന അംഗീകൃത സ്ഥാപനമായി മാർഗിയെ ഇന്ത്യൻ കൗൺസിൽ ഫോർ കൾച്ചറൽ റിലേഷൻസ് തിരഞ്ഞെടുത്തിട്ടുണ്ട്. കളിയോഗ മാതൃകയിലാണ് മാർഗി പ്രവർത്തിക്കുന്നത്. അതായത് പരിശീലന അവതരണ സംഘമായിട്ടാണ് മാർഗി പ്രവർത്തിക്കുന്നത്. കേന്ദ്ര സംഗീത നാടക അക്കാദമിയുടെ സഹകരണത്തോടെയാണ് ഈ കൂടിയാട്ട വിഭാഗം പ്രവർത്തിക്കുന്നത്. അപ്പോൾ കേരള സംഗീത നാടക അക്കാദമിയുടെ സഹകരണത്തോടു കൂടിയാണ് ഈ കൂടിയാട്ട വിഭാഗം പ്രവർത്തിക്കുന്നത്. മാർഗിയുടെ ആസ്ഥാനം സ്ഥിതി ചെയ്യുന്നത് തിരുവനന്തപുരത്താണ്. അപ്പോൾ മാർഗി എന്ന സ്ഥാപനത്തിൻ്റെ ആസ്ഥാനം സ്ഥിതി ചെയ്യുന്നത് തിരുവനന്തപുരത്താണ്. മാർഗിക്ക് തിരുവനന്തപുരത്ത് 2 കേന്ദ്രങ്ങളുണ്ട്. ഏതൊക്കെയാണവ? വലിയശാല ക്ഷേത്ര കേന്ദ്രവും അതുപോലെ ശ്രീപത്മനാഭസ്വാമി ക്ഷേത്രത്തിന് അടുത്തുള്ള കേന്ദ്രവുമാണ് മാർഗിക്കുള്ളത്. അപ്പോൾ മാർഗിക്ക് തിരുവനന്തപുരത്ത് 2 കേന്ദ്രങ്ങളുണ്ട്. അവയാണ് വലിയശാല ക്ഷേത്ര കേന്ദ്രവും രണ്ടാമത്തത് ശ്രീപത്മനാഭസ്വാമി ക്ഷേത്രത്തിനടുത്തുള്ള കേന്ദ്രവും. അടുത്തത് നമ്മൾ പഠിക്കുന്നത് ഗുരു ഗോപിനാഥ നടന ഗ്രാമത്തെക്കുറിച്ചാണ്. ഗുരു ഗോപിനാഥ നടന ഗ്രാമം തിരുവനന്തപുരത്ത് വട്ടിയൂർക്കാവിൽ സാംസ്കാരിക വകുപ്പിൻ്റെ കീഴിൽ നിലവിൽ വന്ന സ്ഥാപനമാണ് ഗുരു ഗോപിനാഥ നടന ഗ്രാമം. ഇത് നിലവിൽ വന്നത് 1994 അപ്പോൾ തിരുവനന്തപുരത്ത് വട്ടിയൂർക്കാവിൽ 1994 സാംസ്കാരിക വകുപ്പിൻ്റെ കീഴിൽ നിലവിൽ വന്ന സ്ഥാപനമാണ് ഗുരു ഗോപിനാഥ നടന ഗ്രാമം. ഗുരു ഗോപിനാഥ നടന ഗ്രാമത്തിലാണ് ദേശീയ നൃത്ത മ്യൂസിയം സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ ദേശീയ നൃത്ത മ്യൂസിയം സ്ഥിതി ചെയ്യുന്നത് ഗുരു ഗോപിനാഥ നടന ഗ്രാമത്തിലാണ്. തിരുവനന്തപുരത്ത് വിശ്വകലാ കേന്ദ്രം സ്ഥാപിച്ച വ്യക്തിയാണ് ഗുരു ഗോപിനാഥ്. അപ്പോൾ തിരുവനന്തപുരത്ത് വിശ്വകലാ കേന്ദ്രം സ്ഥാപിച്ച വ്യക്തിയാണ് ഗുരു ഗോപിനാഥ്. അടുത്തത് നമ്മൾ പഠിക്കുന്നത് സ്കൂൾ ഓഫ് ഡ്രാമ ആൻഡ് ഫൈൻ ആർട്സ് ആണ്. അപ്പോൾ സ്കൂൾ ഓഫ് ഡ്രാമ ആൻഡ് ഫൈൻ ആർട്സിനെ കുറിച്ച് നമുക്ക് നോക്കാം. 1977 ആണ് സ്കൂൾ ഓഫ് ഡ്രാമ സ്ഥാപിതമായത്. അപ്പോൾ 1977 സ്കൂൾ ഓഫ് ഡ്രാമ സ്ഥാപിതമായത്. ഇതിൻ്റെ ആസ്ഥാനം എന്ന് പറയുന്നത് തൃശ്ശൂർ ജില്ലയിലെ അരണാട്ടുകരയാണ്. അപ്പോൾ തൃശ്ശൂർ ജില്ലയിലെ അരണാട്ടുകരയാണ് സ്കൂൾ ഓഫ് ഡ്രാമയുടെ ആസ്ഥാനം, അല്ലെങ്കിൽ അവിടെ സ്ഥിതി ചെയ്യുന്നത് തൃശ്ശൂർ ജില്ലയിലെ അരണാട്ടുകരയിലാണ്. ഇതിൻ്റെ സ്ഥാപക ഡയറക്ടർ ജി ശങ്കരപ്പിള്ളയാണ്. അപ്പോൾ സ്കൂൾ ഓഫ് ഡ്രാമയുടെ സ്ഥാപക ഡയറക്ടറാണ് ജി ശങ്കരപ്പിള്ള. സ്കൂൾ ഓഫ് ഡ്രാമ ഇപ്പോൾ കാലിക്കറ്റ് സർവകലാശാലയുടെ ഭാഗമാണ്. അപ്പോൾ ഇപ്പോഴത് കാലിക്കറ്റ് സർവകലാശാലയുടെ ഭാഗമാണ്. അടുത്തതായിട്ട് നമ്മൾ നോക്കുന്നത് ചുമർ ചിത്രകലാ മ്യൂസിയമാണ്. ചുമർ ചിത്രകലാ മ്യൂസിയം കൊല്ലങ്കോട് രാജാവായിരുന്ന വാസുദേവ രാജ 1904 പണികഴിപ്പിച്ച കൊല്ലങ്കോട് ഹൗസിലാണ് കേരളീയ വാസ്തുശില്പ ശൈലിയുടെ വടക്കൻ മാതൃകയിലുള്ള മനോഹരമായ ചുമർ ചിത്രകലാ മ്യൂസിയം സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ ചുമർ ചിത്രകലാ മ്യൂസിയം സ്ഥിതി ചെയ്യുന്നത് കൊല്ലങ്കോട് ഹൗസിലാണ്. അത് സ്ഥാപിതമായ വർഷം 1904. അപ്പോൾ കൊല്ലങ്കോട് രാജാവായിരുന്ന വാസുദേവ രാജയാണ് 1904 കൊല്ലങ്കോട് ഹൗസിൽ ഈ ചുമർ ചിത്രകലാ മ്യൂസിയം സ്ഥാപിതമാക്കിയത്. 1975 സംസ്ഥാന പുരാവസ്തു വകുപ്പ് ഏറ്റെടുത്ത് പുരാവസ്തു വകുപ്പിൻ്റെ ചുമർ ചിത്രകലാ വിഭാഗത്തിൻ്റെ ആസ്ഥാനമാക്കി. അപ്പോൾ 1975 ഈ സ്ഥാപനത്തെ സംസ്ഥാന പുരാവസ്തു വകുപ്പ് ഏറ്റെടുത്തിട്ട് പുരാവസ്തു വകുപ്പിൻ്റെ ചുമർ ചിത്രകലാ വിഭാഗത്തിൻ്റെ ആസ്ഥാനമാക്കി മാറ്റി. തൃശ്ശൂർ ജില്ലയിലാണ് ചുമർ ചിത്രകലാ മ്യൂസിയം സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ ചുമർ ചിത്രകലാ മ്യൂസിയം സ്ഥിതി ചെയ്യുന്നത് തൃശ്ശൂർ ജില്ലയിലാണ്. മട്ടാഞ്ചേരി കോവിലകം, പുണ്ടരീകപുരം ക്ഷേത്രം, കാഞ്ഞൂർ പള്ളി എന്നിവിടങ്ങളിലെ ചുമർചിത്ര പാളികളിൽ നിന്നും പകർത്തിയിട്ടുള്ള അപൂർവ ചിത്രങ്ങളും ഇവിടെ പ്രദർശിപ്പിച്ചിട്ടുണ്ട്. ബദരീനാഥ്, രാമേശ്വരം, കാശി, കന്യാകുമാരി എന്നീ പുണ്യസ്ഥലങ്ങളുടെ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് വരച്ച രേഖാചിത്രങ്ങളും ഇവിടെ പ്രദർശിപ്പിച്ചിട്ടുണ്ട്. അടുത്തത് നമ്മൾ നോക്കുന്നത് ഹിൽ പാലസ് മ്യൂസിയമാണ്. ഹിൽ പാലസ് രാജകീയ പൈതൃകത്തിൻ്റെ അല്ലെങ്കിൽ രാജകീയ പൈതൃകത്തിൻ്റെ തെളിവായ കേരളത്തിലെ ആദ്യ മ്യൂസിയമാണ് ഹിൽ പാലസ്. 1865 കൂടി നിർമ്മിക്കപ്പെട്ട ഇത് ഹിൽ പാലസ് സ്ഥിതി ചെയ്യുന്നത് തൃപ്പൂണിത്തറയിലാണ് കേട്ടോ. അപ്പോൾ 1865 ഹിൽ പാലസ് മ്യൂസിയം
നിലവിൽ വന്നത് തൃപ്പൂണിത്തറയിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. കൊച്ചി രാജാക്കന്മാരുടെ സ്വകാര്യ ശേഖരത്തിൽപ്പെട്ട എണ്ണച്ചായ ചിത്രങ്ങൾ, അതുപോലെ ചുമർ ചിത്രങ്ങൾ, കല്ലിൽ നിർമ്മിച്ച കൊത്തുപണികൾ, ശിലാശാസനങ്ങൾ, നാണയങ്ങൾ, കൈയെഴുത്തു പ്രതികൾ എന്നിവ കൂടാതെ പരമ്പരാഗത സിംഹാസനം ചൈനയിൽ നിന്നും ജപ്പാനിൽ നിന്നും കൊണ്ടുവന്നതും 200-ലേറെ വർഷം പഴക്കമുള്ളതുമായ ചീനച്ചട്ടികളും മൺപാത്രങ്ങളും, കൂടക്കല്ല്, തൊപ്പിക്കല്ല്, ശിലായുഗത്തിൽ നിർമ്മിച്ചതെന്ന് കരുതുന്ന കല്ലുകൊണ്ടുള്ള ആയുധങ്ങൾ, അതുപോലെ തടി കൊണ്ടുള്ള ക്ഷേത്ര മാതൃകകൾ, സിന്ധു നദീതട സംസ്കാരത്തിലെ മോഹൻജദാരോ, ഹാരപ്പ എന്നിവിടങ്ങളിൽ നിന്നും കണ്ടെടുത്ത വസ്തുക്കൾ തുടങ്ങിയവ ഹിൽ പാലസ് മ്യൂസിയത്തിൽ പ്രദർശിപ്പിച്ചിട്ടുണ്ട്. അടുത്ത് നമ്മൾ നോക്കുന്നത് കൊട്ടാരക്കര തമ്പുരാൻ സ്മാരക ക്ലാസിക്കൽ കലാ മ്യൂസിയത്തെക്കുറിച്ചാണ്. കഥകളി എന്ന ശാസ്ത്രീയ കലാരൂപത്തിൻ്റെ പ്രാണേതാവായ കൊട്ടാരക്കര തമ്പുരാൻ്റെ സ്മരണ നിലനിർത്തുന്നതിനായി 1983 സ്ഥാപിച്ച മ്യൂസിയമാണ് കൊട്ടാരക്കര തമ്പുരാൻ സ്മാരക ക്ലാസിക്കൽ മ്യൂസിയം. അപ്പോൾ കഥകളി എന്ന ശാസ്ത്രീയ കലാരൂപത്തിൻ്റെ പിതാവെന്നറിയപ്പെടുന്ന കൊട്ടാരക്കര തമ്പുരാൻ്റെ സ്മരണ നിലനിർത്തുന്നതിന് വേണ്ടി സ്ഥാപിച്ച മ്യൂസിയമാണ് കൊട്ടാരക്കര തമ്പുരാൻ സ്മാരക ക്ലാസിക്കൽ കലാ മ്യൂസിയം. ഇത് സ്ഥാപിതമായത് 1983. മോഹിനിയാട്ടം, കഥകളി എന്നിവയിലെ മുദ്രകൾ, പ്രയോഗങ്ങൾ, അടവുകൾ, കലാരംഗത്തെ ആചാര്യന്മാർ ഉപയോഗിച്ചിരുന്ന സ്വകാര്യ ഗ്രന്ഥങ്ങൾ, ആടയാഭരണങ്ങൾ എന്നിവയാണ് ഈ മ്യൂസിയത്തിൽ സൂക്ഷിച്ചിരിക്കുന്നത്. കഥകളിയുടെ ഉപജ്ഞാതാവായ കൊട്ടാരക്കര തമ്പുരാൻ്റെ ജന്മഗൃഹത്തിലാണ് കൊട്ടാരക്കര തമ്പുരാൻ സ്മാരക മ്യൂസിയം സ്ഥാപിച്ചിരിക്കുന്നത്. പ്രസിദ്ധമായ കൊട്ടാരക്കര മഹാഗണപതി ക്ഷേത്രത്തോട് ചേർന്നാണ് കേരളീയ ശൈലിയിൽ തീർത്ത കൊട്ടാരം സ്ഥിതി ചെയ്യുന്നത്. 2010 ഏപ്രിൽ 15 മ്യൂസിയം നിലവിൽ പ്രവർത്തിക്കുന്ന കൊട്ടാരത്തിലേക്ക് മാറ്റുകയുണ്ടായി. നാട്യകരണ മുദ്രകളുടെ ഗ്യാലറി, കഥകളി ചമയങ്ങളുടെ ഗ്യാലറി, നാണയ ഗ്യാലറി, ശില്പ ഗ്യാലറി, മഹാശിലായുഗ ഗ്യാലറി എന്നിങ്ങനെ 5 ഗ്യാലറികൾ ഉൾപ്പെടുന്നതാണ് ഈ മ്യൂസിയം. പഞ്ചമുഖ മിഴാവ് ഉൾപ്പെടെ അപൂർവ വസ്തുക്കളും മ്യൂസിയത്തിൽ സൂക്ഷിച്ചിരിക്കുന്നു. അടുത്തത് പത്മനാഭപുരം കൊട്ടാരമാണ്. പത്മനാഭപുരം കൊട്ടാരം കേരളീയ തനതു വാസ്തുവിദ്യാശൈലിയുടെ മകുട ഉദാഹരണമാണ് പത്മനാഭപുരം കൊട്ടാരം. കേരള സർക്കാരിൻ്റെ പുരാവസ്തു വകുപ്പാണ് കൊട്ടാരത്തിൻ്റെ ഭരണകാര്യങ്ങൾ നോക്കി നടത്തുന്നത്. അപ്പോൾ പത്മനാഭപുരം കൊട്ടാരത്തിൻ്റെ ഭരണകാര്യങ്ങൾ നോക്കി നടത്തുന്നത് കേരള സർക്കാരിൻ്റെ പുരാവസ്തു വകുപ്പാണ്. തിരുവിതാംകൂർ ഭരിച്ച ഇരവിവർമ്മ കുലശേഖര പെരുമാളാണ് AD 1601 തിരുവനന്തപുരം കന്യാകുമാരി റോഡിൽ തക്കലയ്ക്കടുത്ത് സ്ഥിതി ചെയ്യുന്ന ഈ കൊട്ടാരത്തിൻ്റെ നിർമ്മാണത്തിന് തുടക്കമിട്ടത്. അപ്പോൾ ഈ കൊട്ടാരത്തിൻ്റെ നിർമ്മാണത്തിന് തുടക്കമിട്ടത് ഇരവിവർമ്മ കുലശേഖര പെരുമാളാണ്. ആ സമയത്ത് തിരുവിതാംകൂർ ഭരിച്ച ഇരവിവർമ്മ കുലശേഖര പെരുമാളായിരുന്നു. 1741 കുളച്ചൽ യുദ്ധത്തിന് ശേഷം മാർത്താണ്ഡവർമ്മയാണ് ഈ കൊട്ടാരം പുതുക്കിപ്പണിതത്. അപ്പം മാർത്താണ്ഡവർമ്മയാണ് 1741 പത്മനാഭപുരം കൊട്ടാരം പുതുക്കിപ്പണിതത്. അടുത്തത് കുതിരമാളിക കൊട്ടാരമാണ്. കുതിരമാളിക കൊട്ടാരം തിരുവിതാംകൂറിൻ്റെ മഹാരാജാവായിരുന്ന സ്വാതി തിരുനാൾ രാമവർമ്മയുടെ ഭരണകാലത്താണ് കുതിരമാളിക കൊട്ടാരത്തിൻ്റെ നിർമ്മാണം നടന്നത്. അപ്പോൾ കുതിരമാളികയുടെ നിർമ്മാണം നടക്കുന്നത് സ്വാതി തിരുനാളിൻ്റെ ഭരണകാലത്തായിരുന്നു. തിരുവനന്തപുരത്ത് കിഴക്കേക്കോട്ടയിൽ ശ്രീപത്മനാഭസ്വാമി ക്ഷേത്രത്തിനടുത്താണ് കുതിരമാളിക കൊട്ടാരം സ്ഥിതി ചെയ്യുന്നത്. ആധുനിക ശബ്ദ ക്രമീകരണ സംവിധാനങ്ങൾ പ്രചാരത്തിൽ വരുന്നതിന് മുൻപ് നിർമ്മിക്കപ്പെട്ട കുതിരമാളികയിൽ ആ ധർമ്മം നിർവഹിക്കുന്നതിലേക്കായി മേൽത്തട്ടിൽ നിന്ന് കമഴ്ത്തി തൂക്കിയിട്ട് നിലയിൽ 50 മൺകുടങ്ങൾ കാണാവുന്നതാണ്. വേദിയിൽ നിന്നുള്ള ശബ്ദങ്ങൾ കുറ്റമറ്റ നിലയിൽ സദസ്യർക്ക് അനുഭവവേദ്യമാക്കുന്നതിന് വേണ്ടിയാണ് ഇത് നിർമ്മിക്കപ്പെട്ടിട്ടുള്ളത്. അപ്പോൾ ആധുനിക ശബ്ദ ക്രമീകരണ സംവിധാനങ്ങൾ പ്രചാരത്തിൽ വരുന്നതിന് മുമ്പ് തന്നെ 50 മൺകുടങ്ങൾ കമഴ്ത്തി കെട്ടി തൂക്കിയിട്ട നിലയിൽ ഉള്ള 50 മൺകുടങ്ങൾ അവിടെ
കാണുന്നുണ്ട്. വേദിയിൽ നിന്നുള്ള ശബ്ദങ്ങൾ കുറ്റമറ്റ നിലയിൽ സദസ്യർക്ക് അനുഭവവേദ്യമാക്കുന്നതിന് വേണ്ടിയാണ് ഇങ്ങനെ നിർമ്മിക്കപ്പെട്ടിട്ടുള്ളത്. കുതിരയുടെ ആകൃതിയിൽ നിരനിരയായി തെക്കുഭാഗത്തായി ഘടിപ്പിച്ചിട്ടുള്ള ശില്പങ്ങളുടെ സമുച്ചയം കൊണ്ടാണ് കുതിരമാളിക എന്ന പേര് ഇതിന് ലഭിച്ചത്. സ്വാതി സംഗീതോത്സവം നടക്കുന്ന വേദി കുതിരമാളിക അങ്കണമാണ്. അടുത്തത് കൃഷ്ണപുരം കൊട്ടാരമാണ്. കൃഷ്ണപുരം കൊട്ടാരം സംസ്ഥാന പുരാവസ്തു വകുപ്പിൻ്റെ കീഴിൽ ഒരു ചരിത്ര സ്മാരകമായി സംരക്ഷിക്കപ്പെടുന്ന കൃഷ്ണപുരം കൊട്ടാരം സ്ഥിതി ചെയ്യുന്നത് ആലപ്പുഴ ജില്ലയിലെ കായംകുളത്താണ്. അപ്പോൾ കൃഷ്ണപുരം കൊട്ടാരം സ്ഥിതി ചെയ്യുന്നത് ആലപ്പുഴ ജില്ലയിലെ കായംകുളത്താണ്. ത്രികോണാകൃതിയിലുള്ള മുഖപ്പുകളോടുകൂടിയ മേൽക്കൂരയും കനത്ത വാതിൽപ്പടികളും അതുപോലെ വീതി കുറഞ്ഞ ഇടനാഴികളും ഗജേന്ദ്രമോക്ഷത്തിൻ്റെ കഥ വിവരിക്കുന്ന ചുമർ ചിത്രങ്ങളും കൃഷ്ണപുരം കൊട്ടാരത്തിൻ്റെ പ്രത്യേകതയാണ്. ഇതിൽ കൃഷ്ണപുരം കൊട്ടാരം എന്ന് കേൾക്കുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിൽ വരുന്നത് ഗജേന്ദ്രമോക്ഷത്തിൻ്റെ കഥ വിവരിക്കുന്ന ചുവർ ചിത്രം കാണപ്പെടുന്നത് എവിടെയാണ്? കൃഷ്ണപുരം കൊട്ടാരത്തിലാണ്. അതുകൂടാതെ പുരാവസ്തുക്കളും ശില്പങ്ങളും ചിത്രങ്ങളും പുരാതന കാലത്തെ ആയുധങ്ങളും ശിലാശാസനങ്ങളും പുരാതന നാണയങ്ങളുമൊക്കെ ഇവിടെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഗജേന്ദ്രമോക്ഷം ചുവർ ചിത്രം ഏത് കൊട്ടാരത്തിലാണെന്ന് ചോദിച്ചാൽ അത് കൃഷ്ണപുരം കൊട്ടാരത്തിലാണ്. കൃഷ്ണപുരം കൊട്ടാരം സ്ഥിതി ചെയ്യുന്നത് ആലപ്പുഴ ജില്ലയിലെ കായംകുളത്താണ്. അടുത്തത് ഇരിങ്ങൽ കരകൗശല ഗ്രാമമാണ്. ഇരിങ്ങൽ കരകൗശല ഗ്രാമം കോഴിക്കോട് ജില്ലയിൽ ഇരിങ്ങൽ മുറാട് നദീതീരത്താണ് സ്വർഗാലയം എന്ന ഇരിങ്ങൽ കരകൗശല ഗ്രാമം സ്ഥിതി ചെയ്യുന്നത്. കേരള കരകൗശല ഗ്രാമം സ്ഥാപിച്ചത് ടൂറിസം വകുപ്പാണ്. കലാവസ്തുക്കളുടെ നിർമ്മാണത്തിന് പിന്നിലെ സർഗവൈഭവത്തെ നേരിൽ അറിയുന്നതിനുള്ള സൗകര്യം ഇരിങ്ങൽ കരകൗശല ഗ്രാമത്തിലുണ്ട്. അപ്പോൾ കലാവസ്തുക്കളുടെ നിർമ്മാണത്തിന് പിന്നിലെ സ്വർഗവൈഭവത്തെ നേരിൽ അറിയുന്നതിനുള്ള സൗകര്യങ്ങളൊക്കെ ഇരിങ്ങൽ കരകൗശല ഗ്രാമത്തിലുണ്ട്. ചിരട്ട, തൊണ്ട്, മുള, കയർ, തെങ്ങോല, കൈതോല എന്നിങ്ങനെ നിരവധി പ്രകൃതിദത്തമായ അസംസ്കൃത വസ്തുക്കൾ കൊണ്ട് അതീവ ചാരുതയോടെ നിർമ്മിച്ചിട്ടുള്ള കലാരൂപങ്ങൾ പ്രദർശനത്തിനായിട്ട് ഇവിടെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അടുത്തത് നമ്മൾ പഠിക്കുന്നത് നാഷണൽ സെൻറ്റർ ഫോർ പെർഫോമിംഗ് ആർട്സ് വർക്കല. അതാണ് നമ്മൾ അടുത്തതായിട്ട് പഠിക്കുന്നത്. വിഷൻ വർക്കല ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻറ്റ് കോർപ്പറേഷൻ ലിമിറ്റഡിൻ്റെ കീഴിലാണ് NCPA എന്ന സ്ഥാപനം നിലവിൽ വന്നിരിക്കുന്നത്. മുഖ്യമന്ത്രി ചെയർമാനും മന്ത്രിമാരും ഉന്നത സർക്കാർ ഉദ്യോഗസ്ഥരും വിഷയവിദഗ്ധരും ഗവേണിംഗ് ബോഡി അംഗങ്ങളും അടങ്ങുന്ന ഒരു ടീമിൻ്റെ നേതൃത്വത്തിലുള്ള ഒരു കേരള സർക്കാർ സ്ഥാപനമാണ് ഇത്. ആയോധന കലകൾ, നാടൻ കലകൾ, ക്ലാസിക്കൽ കലകൾ എന്നിവയ്ക്കുള്ള അന്താരാഷ്ട്ര പരിശീലന കേന്ദ്രമാണ് ഇത്. സെൻറ്റർ ഫോർ പെർഫോമിംഗ് ആർട്സിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തുന്നത് ഹിന്ദുസ്ഥാൻ ലാറ്റക്സ് ലൈഫ് കെയർ ലിമിറ്റഡാണ്. അപ്പോൾ സെൻറ്റർ ഫോർ പെർഫോമിംഗ് ആർട്സിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തുന്നത് ഹിന്ദുസ്ഥാൻ ലാറ്റക്സ് ലൈഫ് കെയർ ലിമിറ്റഡാണ്. കൂടിയാട്ടം, കഥകളി, ചാക്യാർകൂത്ത്, മോഹിനിയാട്ടം, തുള്ളൽ, തെയ്യം, കളംപാട്ട്, തിരുവാതിര, മാർഗം കളി, ഒപ്പന തുടങ്ങിയ നൃത്തരൂപങ്ങൾ ഉൾപ്പെടെ വിവിധ കലാരൂപങ്ങളുടെ പരിശീലനത്തിലും അവതരണത്തിലും ഉള്ള സ്ഥാപനമാണ് സെൻറ്റർ ഫോർ പെർഫോമിംഗ് ആർട്സ്. നാഷണൽ സെൻറ്റർ ഫോർ പെർഫോമിംഗ് ആർട്സിലാണ് കേരളത്തിലെ ഏറ്റവും വലിയ ചുമർ ചിത്രം സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ കേരളത്തിലെ ഏറ്റവും വലിയ ചുമർ ചിത്രം സ്ഥിതി ചെയ്യുന്നത് നാഷണൽ സെൻറ്റർ ഫോർ പെർഫോമിംഗ് ആർട്സിലാണ്. നേരത്തെ ഇത് കൃഷ്ണപുരം കൊട്ടാരത്തിലെ ഗജേന്ദ്രമോക്ഷം ചുമർ ചിത്രമായിരുന്നു. എന്നാൽ ഇപ്പോൾ നാഷണൽ സെൻറ്റർ ഫോർ പെർഫോമിംഗ് ആർട്സിലാണ് കേരളത്തിലെ ഏറ്റവും വലിയ ചുമർ ചിത്രം സ്ഥിതി ചെയ്യുന്നത്. കളരിപ്പയറ്റും അനുബന്ധ വിഷയങ്ങളുമാണ് ഇതിൻ്റെ പ്രമേയം എന്ന് പറയുന്നത്. സാംസ്കാരിക വകുപ്പ് സ്ഥാപനമായ ആറന്മുള വാസ്തുവിദ്യാ ഗുരുകുലം ചുമർ ചിത്രകലാ വിഭാഗം മേധാവി സുരേഷ് മുതുകുളത്തിൻ്റെ നേതൃത്വത്തിലാണ് ചിത്രരചന നിർവഹിച്ചത്. കായംകുളം കൃഷ്ണപുരം കൊട്ടാരത്തിലെ ഗജേന്ദ്രമോക്ഷം ചിത്രത്തേക്കാൾ 10 മടങ്ങ് വലിപ്പത്തിൽ തയ്യാറാക്കിയിട്ടുള്ള വർക്കലയിലെ ചുമർ ചിത്രത്തിന് ഏകദേശം 2000 ചതുരശ്ര അടി വിസ്തീർണമാണ് ഉള്ളത്.
കളരിത്തറയുടെ അകം, പുറം ചുമർ, പ്രധാന കവാടം, പുറം മതിലിനോട് ചേർന്ന മാളിക എന്നീ ഭാഗങ്ങളിലായാണ് രചന. തറയുടെ ഉൾവശത്തെ ചുമരിലെ ചിത്രങ്ങൾ കളരിപ്പയറ്റും അനുബന്ധ വിഷയങ്ങളുമാണ് പ്രതിപാദിക്കുന്നത്. പുറം മതിലിൽ കറുപ്പും വെളുപ്പും ഉപയോഗിച്ചിട്ടുള്ള ചിത്രങ്ങളും അതുപോലെ മാളികയുടെ മുകൾ ഭാഗത്ത് 4 വശങ്ങളിലായിട്ട് നാട്യശാസ്ത്രത്തിലെ 108 കരണങ്ങളാണ് ഇതിൻ്റെ വിഷയം. നമുക്ക് കുറച്ച് അഡീഷണൽ പോയിൻ്റ് കൂടി പറയാം. അടുത്തത് കേരള ചലച്ചിത്ര അക്കാദമിയാണ്. ചലച്ചിത്ര മേഖലയുടെ സമഗ്ര വികസനം ലക്ഷ്യമിട്ട് ഇന്ത്യയിൽ ആദ്യമായി സ്ഥാപിക്കപ്പെട്ട സാംസ്കാരിക സ്ഥാപനമാണ് കേരള ചലച്ചിത്ര അക്കാദമി. അപ്പോൾ ചലച്ചിത്ര മേഖലയുടെ സമഗ്ര വികസനം ലക്ഷ്യമിട്ട് ഇന്ത്യയിൽ ആദ്യമായി സ്ഥാപിക്കപ്പെട്ട സാംസ്കാരിക സ്ഥാപനമാണ് കേരള ചലച്ചിത്ര അക്കാദമി. ഇതിൻ്റെ ആസ്ഥാനം സ്ഥിതി ചെയ്യുന്നത് തിരുവനന്തപുരം ജില്ലയിലാണ്. അപ്പോൾ തിരുവനന്തപുരം ജില്ലയാണ് ഇതിൻ്റെ ഹെഡ്ക്വാർട്ടേഴ്സായിട്ട് പ്രവർത്തിക്കുന്നത്. അന്തർദേശീയ ചലച്ചിത്രോത്സവം, ദേശീയ ചലച്ചിത്രോത്സവം, യൂറോപ്യൻ യൂണിയൻ ചലച്ചിത്രോത്സവം, അന്തർദേശീയ ഡോക്യുമെൻ്ററി, ഹ്രസ്വ ചലച്ചിത്രോത്സവം തുടങ്ങിയവ സംഘടിപ്പിക്കുന്നത് കേരള ചലച്ചിത്ര അക്കാദമിയാണ്. JC ഡാനിയൽ അവാർഡ്, സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരം, ടെലിവിഷൻ അവാർഡ് എന്നിവ അക്കാദമിയുടെ നേതൃത്വത്തിലാണ് നൽകി വരുന്നത്. അതായത് JC ഡാനിയൽ അവാർഡ്, സംസ്ഥാന ചലച്ചിത്ര അവാർഡ് പുരസ്കാരം, അതുപോലെ ടെലിവിഷൻ അവാർഡ് എന്നിവയൊക്കെ നൽകി വരുന്നത് കേരള ചലച്ചിത്ര അക്കാദമിയുടെ നേതൃത്വത്തിലാണ്. ഇതിൻ്റെ ഫസ്റ്റ് ചെയർമാൻ എന്ന് പറയുന്നത് ഷാജി N. കരുണായിരുന്നു. ഷാജി N. കരുണാണ് കേരള ചലച്ചിത്ര അക്കാദമിയുടെ ആദ്യ ചെയർമാൻ. ഇപ്പോഴത്തെ ചെയർമാൻ രഞ്ജിത്ത് ബാലകൃഷ്ണനാണ്. ഇപ്പോഴത്തെ ചെയർമാൻ രഞ്ജിത്ത് ബാലകൃഷ്ണനാണ്. അടുത്തത് നമ്മൾ നോക്കുന്നത് കേരള ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ടാണ്. കേരള ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ട് 1986 കേരള ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥാപിതമായത്. ഇതിൻ്റെ ആസ്ഥാനം സ്ഥിതി ചെയ്യുന്നത് തിരുവനന്തപുരം ജില്ലയിലെ നളന്തയിലാണ്. കോളേജ് തലത്തിലുള്ള പാഠപുസ്തക പ്രസാധനവും അതുപോലെ പ്രാദേശിക ഭാഷാഗ്രന്ഥങ്ങൾ, നിഘണ്ടു എന്നിവ പ്രസിദ്ധപ്പെടുത്തുക എന്നിവയാണ് കേരള ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ പ്രധാനപ്പെട്ട ലക്ഷ്യങ്ങൾ. അപ്പോൾ കോളേജ് തലത്തിലുള്ള പാഠപുസ്തകങ്ങൾ പ്രസാധനം ചെയ്യുക, അതുപോലെ പ്രാദേശിക ഭാഷാഗ്രന്ഥങ്ങൾ, നിഘണ്ടു എന്നിവ പ്രസിദ്ധപ്പെടുത്തുക എന്നിവയാണ് കേരള ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ട് 1968 സ്ഥാപിതമായ കേരള ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ പ്രധാനപ്പെട്ട ലക്ഷ്യങ്ങൾ. ഇതിൻ്റെ പ്രസിദ്ധീകരണമാണ് വിജ്ഞാന കൈരളി. അപ്പോൾ കേരള ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ പ്രസിദ്ധീകരണത്തിൻ്റെ പേരാണ് വിജ്ഞാന കൈരളി. ഇപ്പോഴത്തെ ഇതിൻ്റെ ഡയറക്ടറാണ് ഡോക്ടർ M. സത്യൻ. അപ്പോൾ കേരള ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ ഇപ്പോഴത്തെ ഡയറക്ടർ ഡോക്ടർ M. സത്യനാണ്. അടുത്തത് കുമാരനാശാൻ സ്മാരക ദേശീയ ഇൻസ്റ്റിറ്റ്യൂട്ടാണ്. കുമാരനാശാൻ സ്മാരക ദേശീയ ഇൻസ്റ്റിറ്റ്യൂട്ട് മഹാകവി കുമാരനാശാൻ്റെ സ്മരണാർത്ഥം 1958 കുമാരനാശാൻ സ്മാരക ദേശീയ ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥാപിതമായത്. തിരുവനന്തപുരം ജില്ലയിലെ തോന്നയ്ക്കലിലാണ് ഇത് പ്രവർത്തിക്കുന്നത്. ഏഷ്യയിലെ ഏറ്റവും വലിയ ചുവർ ചിത്രകലാ മ്യൂസിയം സ്ഥിതി ചെയ്യുന്നത് ഇവിടെയാണ്. ഇതിൻ്റെ കുമാരനാശാൻ സ്മാരക ദേശീയ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ പ്രസിദ്ധീകരണത്തിൻ്റെ പേരാണ് വിവേകോദയം. അപ്പോൾ കുമാരനാശാൻ സ്മാരക ദേശീയ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ പ്രസിദ്ധീകരണമാണ് വിവേകോദയം. അടുത്തത് കുഞ്ചൻ നമ്പ്യാർ സ്മാരകമാണ്. കുഞ്ചൻ നമ്പ്യാർ സ്മാരകം തുള്ളലിൻ്റെ ഉപജ്ഞാതാവായ വ്യക്തിയാണ് കുഞ്ചൻ നമ്പ്യാർ. അപ്പോൾ തുള്ളലിൻ്റെ ഉപജ്ഞാതാവായ കുഞ്ചൻ നമ്പ്യാരുടെ പേരിൽ 2 സ്മാരകങ്ങളാണ് ഉള്ളത്. ഒന്ന് ജന്മനാടായ കിള്ളിക്കുറിശി മംഗലത്തും മറ്റൊന്ന് അമ്പലപ്പുഴയിലുമാണ്. തുള്ളലിൻ്റെ പ്രചാരണവും അതുപോലെ പഠനവും ഗവേഷണവുമാണ് ഈ സ്ഥാപനങ്ങളുടെ പ്രധാനപ്പെട്ട ലക്ഷ്യം. കിള്ളിക്കുറിശി മംഗലത്തെ കലക്കത്ത് ഭവനമാണ് ദേശീയ സ്മാരകം. അപ്പോൾ ദേശീയ സ്മാരകം ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കിള്ളിക്കുറിശി മംഗലത്തുള്ള കലക്കത്ത് ഭവനമാണ്. കുഞ്ചൻ ദിനമായിട്ട് നമ്മൾ ആചരിക്കുന്നത് മെയ് 5. അപ്പം മെയ് 5 കുഞ്ചൻ ദിനമായിട്ട് ആചരിക്കുന്നത്. അടുത്തത് നമ്മൾ നോക്കുന്നത് തുഞ്ചൻ സ്മാരകമാണ്.
കുഞ്ചൻ സ്മാരകമാണ് നമ്മൾ പറഞ്ഞത്. അടുത്തത് തുഞ്ചൻ സ്മാരകം. മലയാള ഭാഷയുടെ പിതാവായ തുഞ്ചത്ത് എഴുത്തച്ഛൻ്റെ സ്മരണ നിലനിർത്തുകയും അതുപോലെ ജീവിത വീക്ഷണം പ്രചരിപ്പിക്കുകയും ചെയ്യുക എന്ന ലക്ഷ്യത്തോടെ 1964 ജനുവരി 15 സ്ഥാപിതമായ സ്മാരകമാണ് തുഞ്ചൻ സ്മാരകം. ഇത് അപ്പോൾ ഉദ്ഘാടനം ചെയ്തത് 1964 ജനുവരി 15 തുഞ്ചൻ സ്മാരകം ഉദ്ഘാടനം ചെയ്തത്. എഴുത്തച്ഛൻ്റെ സ്മരണ നിലനിർത്തുന്ന ഈ സ്മാരകം തിരൂരിലെ തുഞ്ചൻ പറമ്പിലാണ് സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ മലപ്പുറം ജില്ലയിലെ തിരൂരിലെ തുഞ്ചൻ പറമ്പിലാണ് തുഞ്ചൻ സ്മാരകം സ്ഥിതി ചെയ്യുന്നത്. പഠന ക്ലാസുകളും ഗവേഷണ സൗകര്യങ്ങളും നൽകി ഭാഷാവൃദ്ധിക്കും സാംസ്കാരിക പുരോഗതിക്കും വഴിതെളിക്കുക, അതുപോലെ എഴുത്തച്ഛനെ പറ്റിയുള്ള പഠനങ്ങൾ നടത്തുക എന്നിവയാണ് ഇതിൻ്റെ പ്രധാനപ്പെട്ട ലക്ഷ്യങ്ങൾ. ആദ്യത്തെ ചെയർമാൻ KP കേശവമേനോനായിരുന്നു. എല്ലാ വർഷവും ഡിസംബർ 31 തുഞ്ചൻ ദിനമായിട്ട് ആചരിക്കുന്നത്. അപ്പോൾ തുഞ്ചൻ ദിനമായി ആചരിക്കുന്നത് ഡിസംബർ 31. നമ്മൾ ഇന്നിവിടെ പഠിച്ചത് കേരളത്തിലെ സാംസ്കാരിക സ്ഥാപനങ്ങളെക്കുറിച്ചാണ്. അപ്പോൾ എല്ലാവർക്കും ക്ലാസ് ഉപകാരപ്പെട്ടെന്ന് കരുതുന്നു. നന്ദി, നമസ്കാരം.